ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ അറസ്റ്റിൽ. ചോദ്യം ചെയ്തതിന് പിന്നാലെ തൃക്കാക്കര പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തു. വേടനെതിരെ ഡിജിറ്റൽ തെളിവുകളടക്കം ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. മുൻകൂർ ജാമ്യമുള്ളതിനാൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വിട്ടയക്കും. SS ശരൺ വിവരങ്ങളുമായി. ശരൺ, ഇപ്പോൾ വേടനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നീണ്ട ചോദ്യം ചെയ്യലാണ് ഇന്നലെ നടന്നിരുന്നത്. ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? അതായത് പുലിപ്പള്ളി കേസിനും കഞ്ചാവ് കേസിനും ശേഷം ഇപ്പോൾ ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയം മുമ്പാണ് തൃക്കാക്കര പോലീസ് വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സ്വാഭാവികമായിട്ടും വേടനെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യം മുൻകൂർ ജാമ്യം ഉണ്ടെന്നുള്ളതാണ്. നേരത്തെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യമുള്ളതിനാൽ വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ജാമ്യത്തിൽ വിട്ടയക്കാനുള്ള നടപടികളിലേക്കായിരിക്കും പോലീസ് കടക്കുക. ഇന്നലെ 6 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ പോലീസിന് വേടൻ നൽകിയ മൊഴി എന്ന് പറയുന്നത് നേരത്തെ ഈ പരാതിക്കാരി മുൻകൈ എടുത്ത് സ്ഥാപിച്ച സൗഹൃദമാണ്. അതിനുശേഷം അത് പിന്നീട് വലിയ ബന്ധത്തിലേക്ക് വളരുന്നു. ആ ബന്ധം തെറ്റിയതോടു കൂടിയാണ് തനിക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. അതായത് തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയെന്നുള്ളതാണ് വേടൻ മൊഴി നൽകിയിരുന്നത്. എന്തായാലും പോലീസ് പറയുന്നത് വേടനെതിരെ കൃത്യമായ തെളിവുകൾ ഉണ്ടെന്നുള്ളതാണ്. ഡിജിറ്റൽ തെളിവുകളും സാക്ഷി മൊഴികളും ലഭിച്ചിട്ടുണ്ട്. നേരത്തെ വേടന്റെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്ത് അത് ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരുന്നു. അതിൽ നിന്നും ചാറ്റുകൾ അടക്കമുള്ള ഇരുവരും തമ്മിലുള്ള ചാറ്റുകൾ അടക്കമുള്ള വിവരങ്ങൾ പോലീസിൽ ലഭിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ തന്നെ ഈ പരാതിക്കാരി പരാതി നൽകുന്ന സമയത്ത് അതിൽ ചില പേരുകൾ, സാക്ഷികളുടെ പേരുകൾ പരാമർശിച്ചിരുന്നു. ആ സാക്ഷികളെ കണ്ടെത്തി അവരുടെ മൊഴികൾ രേഖപ്പെടുത്താനും പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് വച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലാണ് ഇന്നലെ നടന്നത്. ഇന്നലെ തൃക്കാക്കര സിയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ 10 മണിയോടുകൂടി തൃക്കാക്കര സ്റ്റേഷനിൽ ഹാജരായ വേടനെ ACPയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് ഇപ്പോൾ അറസ്റ്റ് നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ശരൺ, നേരത്തെ ജാമ്യം നൽകുമ്പോൾ കോടതിയിൽ നിന്നും വേടന് അനുകൂലമായ ചില പ്രതികരണങ്ങൾ കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നില്ല. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന തെളിവുകൾ അത്രത്തോളം ശക്തമായ തെളിവുകളാണ്, അതൊരു പീഡനമാണ് എന്ന രൂപത്തിൽ തന്നെ പോലീസിന് തെളിവുകൾ ലഭിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് വേടൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ആ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിലാണ് വേടന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ഇതിൽ പരാതിക്കാരിക്കെതിരെ ചില വിമർശനങ്ങൾ കോടതി ഉന്നയിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം പിന്നീട് പരാതി പറയുന്നതിൽ എന്ത് അർത്ഥമാണെന്നുള്ളതാണ്. ഒരു കാലത്ത് ഇരുവരും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു. ആ ബന്ധം തെറ്റിയതോടുകൂടിയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോൾ അതിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന നിലയിലുള്ള പരാമർശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് ഇരുവരും തമ്മിൽ ഇത്തരത്തിൽ ബന്ധത്തിലായിരുന്നു എന്ന് തെളിയിക്കുന്ന വിവരങ്ങളൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരാതിക്കാരി ഉന്നയിച്ചിരുന്നത് 2021-നും 2023-നും ഇടയിൽ 5 തവണ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു. കൊച്ചിയിലും കോഴിക്കോടും വെച്ചാണ് ഈ പീഡനം നടന്നിരിക്കുന്നത്. അത് ഒരു തവണ ലഹരി ഉപയോഗിച്ചെത്തിയ വേടൻ ക്രൂരമായി തന്നെ പീഡിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതും പരാതിക്കാരി ആ പരാതിയിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നതാണ്. എന്തായാലും അതിൽ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം നടന്നു എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ, തെളിവുകളൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഇനി സ്വാഭാവികമായിട്ടും മുൻകൂർ ജാമ്യമുള്ളതിനാൽ തന്നെ വേടനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയില്ല, റിമാൻഡിലേക്ക് പോകേണ്ട സാഹചര്യമില്ല. മുൻകൂർ ജാമ്യമുള്ളതിനാൽ തന്നെ ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കും. അല്പസമയത്തിനകം തന്നെ തൃക്കാക്കര സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയ ശേഷം വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.